കേരളത്തിലെ ചിത്രകലാ സങ്കേതങ്ങളിലൊന്നും രേഖപ്പെടുത്താതെ പോയ വിഭാഗമാണ് തൂലിക ചിത്രകാരന്മാർ. ഉപജീവന മാർഗത്തിനു വേണ്ടി പരസ്യകലയെ സജീവമാക്കിയവർ. എന്നാൽ ഇവർ ഇന്ന് പട്ടിണിയുടെ നടുവിലാണ്. ഷാഞ്ചിലാലിന്റെ റിപ്പോർട്ട്. സമൂഹത്തിന്റെ വാണിജ്യ, വ്യാപാര, വ്യവസായ മേഖലയ്ക്കൊപ്പം സമൂഹ നിർമ്മിതിയുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങൾക്ക് തൂലിക ചലിപ്പിച്ച കലാകാരന്മാർ നേരിടുന്ന പ്രതിസന്ധി വർത്തമാന കേരളത്തിന്റെ മറ്റൊരു മുഖത്തെയാണ് വരച്ചു കാണിക്കുന്നത്. ജില്ലയിൽ 7500-ലധികം കലാകാരന്മാർ പരസ്യകലാരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര പരിഗണനയോ സുരക്ഷയോ ഈ തൊഴിലിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ടെക്നോളജി ഇന്ന് ഒരു മാന്ത്രിക കവാടം തന്നെ അലയലയായി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കടന്നു വന്നത്. അപ്പോൾ പല വിധത്തിലുള്ള ടെക്നോളജികളൊക്കെ മാറി മാറി വരുന്നുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ഈ ടെക്നോളജിയുമായി ഇഴുകിച്ചേർന്നുകൊണ്ട് ഒരു പുതിയ സംവിധാനത്തിലേക്ക് തൂലിക ചിത്രകാരന്മാർ എത്തിപ്പെടണം. ഗവൺമെൻറ് തലത്തിലുള്ള ബോർഡുകൾ ഷീറ്റ് അടിച്ച് പെയിൻ്റ് അടിച്ച് എഴുതുന്ന ഒരു ഇത് വരുത്തണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഉള്ള ഈ ഫ്ലക്സി ബോർഡുകൾ ഈ മലിനീകരണത്തിൻ്റെതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അത് പല സ്ഥലത്തും വീണിട്ട് നമ്മുടെ പ്രദേശങ്ങളും ഒക്കെ മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പാരിസ്ഥിതികമായിട്ടുള്ള ഒരു പ്രശ്നം അതിനകത്തുണ്ട്. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ സാങ്കേതിക വിപ്ലവത്തിന്റെ അതിപ്രസരത്തിൽ ഫ്ലക്സ് പ്രിന്റിങ്ങുകളും അനിയന്ത്രിതമായി വന്നതോടെ പരസ്യ കലാകാരന്മാരുടെ തൊഴിൽ പ്രതിസന്ധി രൂക്ഷമാക്കി. മനസ്സുകൊണ്ട് ചിന്തിച്ച് കൈകൊണ്ട് വരയ്ക്കുന്ന സർഗാത്മകതയ്ക്ക് നേരെയുള്ള ഒരു യുദ്ധമായിരുന്നത്. മനസ്സും ശരീരവും സ്വയം സമർപ്പിച്ച കലാകാരന്മാർ ഈ നഗരമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെട്ടതോടെ ചിത്രകാരന്മാരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായി. കഴിവുള്ള കലാകാരന്മാരായിട്ട് പോലും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കമായതിനാൽ ഡിജിറ്റൽ പ്രിന്റിംഗ് മേഖലയിൽ ശോഭിക്കുവാൻ സാധിക്കാതെ വന്നു. ഇതോടെ ഈ മേഖലയിലെ കലാകാരന്മാർ മറ്റു മേഖലകളിലേക്ക് തിരിഞ്ഞെങ്കിലും തുടർച്ചയായി ജോലി ലഭിച്ചില്ല എന്നതാണ് ഇവർ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്. കൂട്ടായ്മയില്ലാത്തതാണ് ഇതിലെ പ്രധാന കാരണം. ജില്ലയിൽ പബ്ലിസിറ്റി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംഘടനകൾ നിലവിലുണ്ട്. എറണാകുളത്തും പാലക്കാടും വെവ്വേറെ സംഘടനകളുണ്ടെങ്കിലും ഇവയെ ഏകോപിപ്പിച്ചൊരു സംഘടിത ശക്തി ആർജിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. കാലം ആധുനികതയ്ക്ക് വഴിമാറിയപ്പോൾ നിശബ്ദരായി നോക്കി നിൽക്കാനേ ഇക്കൂട്ടർക്ക് കഴിഞ്ഞുള്ളൂ. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സംഘടനാശക്തിയും രാഷ്ട്രീയ പിൻബലവും ഇല്ലാതെ പോയതോടെ പട്ടിണിയിലായത് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ്. TCV തൃശ്ശൂർ.